അത് കലക്കികളെ അതാ ബാബുവിന്റെ കുട്ടി ചേട്ടാ പോലീസ്. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്താ സാർ? ഇറങ്ങി വാ. എങ്ങോട്ടാ? സ്റ്റേഷനിലേക്ക്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇങ്ങോട്ട് വാടാ. കേരള വണ്ടി. സാറേ എങ്ങോട്ടാ? ബാബുവിന്റെ വീട് വരെ. ബാബുവിനെ പോലീസ് കൊണ്ടല്ലോ. നീ വർഗീസല്ലേ കോട്ടയം മാർക്കറ്റിലെ? പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബാബുല്ലേ? എന്തൊക്കെ തെളിവുണ്ടായാലും ശരി, ഒരു കുറ്റവാളിയും താൻ തന്നെയാണ് കുറ്റം ചെയ്തതെന്ന് അങ്ങനെയൊന്നും സമ്മതിക്കാറ് പതിവില്ല. അതുപോലെയല്ലേ ബാബുവും പറഞ്ഞത് മുറിയിൽ ചെന്നപ്പോൾ കണ്ടത് തൂങ്ങിക്കിടക്കുന്ന അശ്വതിയാണെന്ന്? അല്ല സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. പോലീസ് വേഷത്തിൽ വന്ന് ബാബുവിനെ ആക്രമിച്ചവരാരൊക്കെയാണ്? അതിലൊരാളെ ഞാൻ അറിയും സാർ. അവൻ കോട്ടയം മാർക്കറ്റിലെ ഒരു റൗഡിയാണ്, വർഗീസ്. ആരാ അവരെ അയച്ചത്? അറിയില്ല സാർ. വിശ്വമാണോ? ദേശത്തെ ആ വീടെന്തിനാ മാറിയത്? പോലീസ് വിശ്വത്തെ സംശയിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. താമസിയാതെ അവർ എന്നെയും തേടിയെത്തുമെന്ന് ഭയന്നാണ്. അതോ തെളിവില്ലാതാക്കി തീർക്കാൻ വേണ്ടി വിശ്വം നിങ്ങളെയും വകവരുത്തും എന്ന് ഭയന്നിട്ടാണോ? അതല്ലേ ഇന്നലെ രാത്രി സംഭവിച്ചത്? സർ, വിശ്വം വന്നിട്ടുണ്ട്. വിക്രം, ഹലോ മിസ്റ്റർ വിശ്വം, ഐ എം സേതുരാമയ്യർ. പ്ലീസ് മീറ്റ് യു. സിറ്റ് ഡൗൺ പ്ലീസ്. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഞാൻ വിശ്വത്തിന്റെ പല പടങ്ങളും പല വട്ടം കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഐ എം യുവർ ഫാൻ. നമ്മൾ തമ്മിൽ ഒരുപാട് ചോദ്യോത്തരങ്ങളൊന്നും വേണ്ട, അതുപോലെ വാചക കസർത്തും.
അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു വന്ന് നിങ്ങളോട് എന്താ പറഞ്ഞത്? വിക്രം, ഹീറോ സാറേ, ഇനി ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. എല്ലാ തെളിവുകളും ഭദ്രമാക്കിയതിന് ശേഷമാണ് ഹീറോയെ വിളിപ്പിച്ചത്. അതുകൊണ്ട് ഉള്ള കാര്യം മണി പോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താട്ടെ. ഈ ബാബു വന്ന് നിങ്ങളോട് എന്ത് പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത്? ബാബുവിനെ കൊല്ലാൻ ആളെ അയച്ചത് വിശ്വമാണോ? ആരാ പോലീസിന്റെ വേഷത്തിൽ പോകാനുള്ള ഐഡിയ പറഞ്ഞു തന്നത്? ചാക്കോ, സർ, എനിക്ക് എന്റെ അഡ്വക്കേറ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. വക്കീലിനെയൊക്കെ പിന്നെ കാണാം. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. വിക്രം, സർ, വിരലിലെണ്ണാവുന്ന സത്യമേ ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഈ പറയുന്നത് മുഴുവൻ സത്യമാണ്. ഇനി ഈ കേസിൽ അശ്വതി ആത്മഹത്യയാണ് ചെയ്തതെന്ന് തെളിഞ്ഞാലും ശരി, ഞാൻ ശിക്ഷിക്കപ്പെടും. അശ്വതിയെ കൊല്ലാൻ ആസൂത്രണം ചെയ്തതിന്, ശ്രമിച്ചതിന്, പ്രതിഫലം വാങ്ങിയതിന്, കുറ്റം ഒളിച്ചു വെച്ചതിന്. മറിച്ച് കൊലപാതകമാണെന്ന് തെളിഞ്ഞാലും ഇപ്പോഴുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊന്നില്ലെങ്കിലും ഞാൻ കൊലയാളിയാവും. കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കൊലക്കുറ്റത്തിന് ഒരു വാടക കൊലയാളിക്ക് തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയില്ലെന്നും എനിക്കറിയാം. സാർ എന്നോട് ദയവ് കാണിച്ചാൽ ഈ മരണത്തിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും. കൺഗ്രാജുലേഷൻസ് ചെയ്തു. പറഞ്ഞു നിങ്ങൾ പ്രവർത്തിച്ചു. ഒരു സ്പിരിറ്റിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് എന്നെ അന്തസ്സോടെ യാത്ര അയക്കണമെന്ന്. അക്ഷരാർത്ഥത്തിൽ തന്നെ നിങ്ങൾ അത് നിർവഹിച്ചു. നിങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല റിമാർക്സ് നിങ്ങളുടെ സർവീസ് റെക്കോർഡ്സിൽ ഇടാൻ ഞാൻ മറക്കില്ല. വൺസ് അഗെയിൻ ഐ കൺഗ്രാജുലേറ്റ് യു. വാട്ട് ഹാപ്പൻ ടു മിസ്റ്റർ സേതു? സംതിങ് റോങ്? ഐ എം സോറി സർ. അന്തസ്സോടെ സാറിന് യാത്ര അയക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കിട്ടിയിട്ടുള്ള എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ ബാബു ആണ് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കിയെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. വാട്ട് ഡു യു മീൻ? സേതു എന്താണ് ഈ പറയുന്നത്? കൊന്നവനെ കിട്ടി, കാശ് കൊടുത്ത് കൊല്ലിച്ചവനെയും കിട്ടി. അതിനുള്ള മറ്റു തെളിവുകളുണ്ട്. ഇനി എന്ത് തെളിവാണ് വേണ്ടത് സേതു? ബാബു മുറിയിൽ കയറിയപ്പോൾ കണ്ടത് കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന അശ്വതിയാണ്. അവൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചോ? ഏത് കുറ്റവാളിയുണ്ട് സേതു ഈ ലോകത്ത് ചോദിച്ചുകൊണ്ട് കുറ്റം സംഭവിക്കുന്നതായിട്ട്? ബാബു നിങ്ങളുടെ കാൽ വീണ് കരഞ്ഞു പറഞ്ഞോ അവൻ കൊന്നില്ലെന്ന്? അതോ വിശ്വത്തിന്റെ ഗ്ലാമറിലും പ്രതാപത്തും നിങ്ങൾ മയങ്ങി വീണോ? സാർ, സേതുരാമയ്യർ ഈസ് നോട്ട് ദാറ്റ് ചീപ്പ്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് സാർ തീരുമാനിക്കും. സാറിന്റെ സബോർഡിനേറ്റ് വിശ്വത്തിന്റെ ഗ്ലാമറിലും പ്രതാപത്തിലും മയങ്ങിപ്പോയെന്ന്. ബാബു പറഞ്ഞത് ഒരു തരുമ്പും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവനത് ചെയ്യില്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. സാറിനറിയാമോ, അശ്വതി മരിച്ച ദിവസം അവളുടെ പെട്ടിയിൽ അവളുടെ ആഭരണങ്ങൾ കൂടാതെ 50,000-ലേറെ രൂപയുണ്ടായിരുന്നു. കൂടാതെ അവളുടെ ദേഹത്തും ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും കളവ് പോയിട്ടില്ല. ബാബു ഒരു പ്രൊഫഷണൽ ക്രിമിനലാണ്, കള്ളനാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അശ്വതിയെ കൊല്ലാമെന്ന് ഏറ്റതും പണത്തിന് വേണ്ടി തന്നെയാണ്. കുറ്റവാളികളുമായി ഞാൻ ഇടപെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതുകൊണ്ട് തന്നെ അവരുടെ മനഃശാസ്ത്രം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബാബു അവളെ കൊന്ന് കെട്ടിത്തൂക്കിയിരുന്നെങ്കിൽ
ആ മുറി അരിച്ചു പെറുക്കാതെ അവനോട് പോവില്ല. ബാബു മുറിക്കാത്ത കാര്യപ്പോൾ അവളുടെ ശവം കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ് സംഭവിക്കാമല്ലോ. എന്നിട്ടെന്താ ബാബു ഒന്ന് മോഷ്ടിക്കാഞ്ഞത്? ദാറ്റ് വാസ് എ ഡിഫറെന്റ് സിറ്റുവേഷൻ. അവൻ അകത്ത് കയറിയത് അശ്വതിയെ കൊല്ലാൻ, കണ്ടത് അവളുടെ ശവവും. ആ അൺഎക്സ്പെക്ടഡ് ഷോക്കിൽ അവൻ ആകെ അപ്സെറ്റ് ആയി കാണും. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് കരുതി ഓടി ഒളിച്ചു കാണും. രണ്ട് സിറ്റുവേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് സർ. അതുപോലെ മറ്റൊരാളുടെ സഹായം കൂടാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കാനാവില്ല. അയാൾക്കൊരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ? ഉള്ള കാര്യം നമുക്കറിയില്ലല്ലോ, അതിന് തെളിവുമില്ല. അപ്പൊ ആ ആളെ കിട്ടിയില്ലെങ്കിൽ ഈ കേസ് തെളിയില്ലേ? ദാറ്റ് ഐ ഡോണ്ട് നോ. സർ, വളരെ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരല്പ അന്തസ്സിന് വേണ്ടി നമ്മൾ ഇത്ര ധൃതി വെക്കണോ, അതോ പൂർണ്ണമായ തെളിവ് ലഭിക്കുന്നവരെ വെയിറ്റ് ചെയ്യണോ? മതി സേതു, യു ടേക്ക് യുവർ ഓൺ ടൈം.